പുതിയ വഴികൾ, പുതിയ ആശയങ്ങൾ. നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. സിറ്റി ന്യൂസ് വേ. നമസ്കാരം. കോട്ടക്കാവ് പള്ളിയിൽ ദുക്രാന തിരുനാളിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തി. പറവൂർ ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർ തോമസ് ലീഹായാൽ AD 52 സ്ഥാപിതമായ വടക്കൻ പറവൂർ കോട്ടക്കാവ് മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ 1953 ദുക്രാന തിരുനാളിന്റെ നേർച്ച സദ്യക്ക് 13,000-ഓളം ഭക്തജനങ്ങളെത്തി. തീർത്ഥക്കുളത്തിന് സമീപം നടന്ന മാമോദീസ നവീകരണത്തിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു. ചിറ്റാറ്റുകര മൂലൻ പിങ്കിൾ ജോബി ദമ്പതികളുടെ കുഞ്ഞിന് തോമസ് എന്ന പേരിട്ട് മാമോദീസ നൽകി. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറ കഴിയും കുഞ്ഞ് പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗദീസത്തെ അവയവമായി തരുന്ന കുഞ്ഞ് ഉദാശയുടെ സ്വീകരണം വഴി ആത്മീയ ശാരീരമായി വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി എൻ്റെ ദാസനോടൊന്നിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും. ആമേൻ. തോമസ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് റൂഷ്മാ ചെയ്യപ്പെടുന്ന നീ എല്ലാ തിന്മയുടെ ശക്തിയിൽ മോചനമായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാമോദീസ നൽകുവാനും ഒപ്പം തന്നെ നമുക്ക് വിശുദ്ധ മാമോദീസ നവീകരണം നടത്തുവാനുള്ള അവസരം ലഭിച്ചിരിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ കർത്താവേ, നീ സത്യമാനങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവേ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കർത്താവായ ദൈവമേ, യോർദാനിൽ വച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേലിറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിന്റെ മേലിറങ്ങി വസിക്കുമാറാകട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്താൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷയും വിടുതലും ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പവിത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും
വിശുദ്ധ തൈലത്തോടെ കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തോമസ്, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മാവിന്റെ നാമത്തിൽ മാമോദിസ വ്രതങ്ങൾ നിവേദിക്കപ്പെടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഫാദർ വിപിൻ കുരിശുതറയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കും പള്ളി ചുറ്റി പ്രദക്ഷിണത്തിനു ശേഷം മുറിയമല കയറുന്ന അപരാധത്തിനുള്ളിൽ വേദനകളുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു, സങ്കടങ്ങളുണ്ടായിരുന്നു, ഇസഹാക്കുണ്ടായിരുന്നു. പക്ഷെ ബലിയർപ്പണം മോറിയാമലയുടെ മുകളിൽ അർപ്പിച്ചതിന് ശേഷം മോറിയാമല ഇറങ്ങുന്ന അബ്രാഹം നമ്മൾ കാണുന്നുണ്ട്. ആ അബ്രാഹത്തിന്റെ മനസ്സിൽ ആ പള്ളിയിലേക്ക് അല്ലെങ്കിൽ ബലിയർപ്പിക്കാൻ വന്ന ആകുലതകളോ പരിഭവങ്ങളോ പരാതികളോ ഇസഹാക്ക് പോലും ഇല്ല, മറിച്ച് ദൈവസ്നേഹാനുഭവം. നമ്മളും ഈ ദേവാലയത്തിനകത്തേക്ക് ബലിയർപ്പിക്കാൻ വന്നതാ. നമ്മളും ഇതുപോലെ തന്നെ മോറിയാമല കയറി അബ്രാഹത്തെ പോലെയാണ്. സുവിശേഷത്തിൽ 21 അധ്യായങ്ങളാണ് ഇപ്പോഴുള്ളത്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നു ഒറിജിനലി യോഹന്നാന്റെ സുവിശേഷത്തിൽ 20 അധ്യായങ്ങളാണ് ഉണ്ടായത്. ആ 20-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ 28-ാം വാക്യത്തിലാണ് എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമ ഏറ്റുപറയുക. പിന്നീട് 30-31 വാക്യങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ സുവിശേഷം ഇങ്ങനെ അവസാനിപ്പിക്കുക. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. പിന്നീട് 21-ാം അധ്യായം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് പറയുക. അങ്ങനെയെങ്കിൽ യോഹന്നാൻ ശ്ലീഹ ഏറ്റവും തിയോളജിക്കലി ഡെപ്തുള്ള ഏറ്റവും അധികം ഡെപ്തുള്ള ഒരു സുവിശേഷം എഴുതി തന്ന യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുന്നത് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിലാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് കടന്നുപോയ ഒരാളെ കുറിച്ച് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉറച്ച ബോധ്യത്തോടെ അവൻ്റെ മുറിവുകളെ നോക്കി വിളിച്ചു പറയുന്ന തോമായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് യോഹന്നാൻ സുവിശേഷത്തിന് അവതരിപ്പിക്കാനുള്ള ക്ലൈമാക്സ്. പഴയ നിയമത്തിന്റെ നാളുകളിൽ ദൈവത്തെ വിളിക്കാൻ അവർ ഉപയോഗിച്ചിരുന്ന 2 പദങ്ങളാണത്. യാഹ്വേ, കർത്താവേ, എലോഹിം, ദൈവമേ. ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഒരു സംശയമില്ലാത്ത വിധം എനിക്ക് 100% ബോധ്യമുണ്ട്, എൻ്റെ ഗുരുവായിരുന്ന് എൻ്റെ കൂടെ ആയിരുന്ന് ഇന്ന് ഈ ലോകത്തിന്റെ സഹനങ്ങൾ ഏറ്റെടുത്ത് മരണത്തിലേക്ക് കടന്നുപോയി ഉയർത്തെഴുന്നേറ്റ് കുരിശിന്റെ മുറിപ്പാടുകളോടെ വന്നു നിൽക്കുന്ന ഈയാൾ ദൈവമാണ് എന്ന് ഒരു സംശയമില്ലാതെ തോമാ ശ്ലീഹ പ്രഖ്യാപിക്കുകയാണ്. അത് കഴിയുമ്പോൾ സുവിശേഷം എഴുതി വയ്ക്കുന്നു, ഇനി ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. കാരണം യേശു
യേശു ദൈവമാണെന്ന് തിരിച്ചറിയുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് വഴി മനുഷ്യന്റെ രക്ഷ സാധ്യമാകും. അങ്ങനെയെങ്കിൽ ഉദ്ധിതനായ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിന്റെ രക്ഷ അതിന്റെ പൂർണ്ണതയിൽ ഏറ്റെടുത്ത ആദ്യത്തെ നിറവുള്ള ക്രിസ്ത്യാനിയായിട്ട് തോമാസ് ലീഹായെ അവതരിപ്പിച്ചിട്ടാണ് യോഹന്നാൻ സുവിശേഷം അവസാനിക്കുമെന്ന്. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലവും ദൈവം എന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാൻ ഒരുക്കിയിടുവിൻ. വികാരി ഡോക്ടർ ജോസ് പുതിയെടുത്ത് നേർച്ച സദ്യ ആശീർവദിച്ചു. പായസ നേർച്ചയും ഒരുക്കിയിരുന്നു. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ നേർച്ചസദ്യയുടെ എല്ലാ വിഭവങ്ങളെയും ഞാൻ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും എപ്പോഴും
ഡോൺ ബോസ്കോ പള്ളി വികാരി ഫാദർ പ്രിൻസ് പടമാട്ടുമ്മലിന്റെ കാർമ്മികത്വത്തിൽ ലത്തീൻ ഋത്തിലും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. നേർച്ചയായി മട്ടം എഴുന്നള്ളിക്കുന്നതിനുള്ള അവസരവും ഈ കോട്ടയ്ക്കാവ് ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും ഞങ്ങൾ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്ന ആഗ്രഹം സാധിക്കുന്നതിനായി പഴയ പള്ളിയുടെ മുൻപിൽ ഒരു സെൽഫി പോയിന്റ് ഒരുക്കിയിരിക്കുന്നു എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. സെൽഫി പോയിന്റിന് മുന്നിൽ നിന്ന് എടുക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയി ഇടുന്നതും കൂടുതൽ നന്നായിരിക്കും. വൈകിട്ട് 5 മണിവരെ ഭക്തജനങ്ങൾക്ക് നേർച്ച സദ്യ വിളമ്പിയതായി വികാരി ഫാദർ ജോസ് പുതിയടത്ത്, സഹവികാരി ഫാദർ സുജിത് പൂവേലി, തിരുനാൾ ജനറൽ കൺവീനർ ബിനു ജോസഫ് കോലഞ്ചേരി, കൈക്കാരന്മാരായ ബിനോയ് ആൻഡ്രൂസ് റാമ്പിക്കൽ, ജീസ്മോൻ അഗസ്റ്റിൻ മേച്ചേരി, വൈസ് ചെയർമാൻ ജോയ് മാനൂരൻ എന്നിവർ അറിയിച്ചു. പുതിയ വഴികൾ, പുതിയ ആശയങ്ങൾ, നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. സിറ്റി ന്യൂസ് വേ.